ഇന്ന് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ISRO വിക്ഷേപിച്ച PSLV C-58-ൽ VSAT എന്നൊരു ചെറു ഉപഗ്രഹം കൂടി ഉണ്ടായിരുന്നു. ആ ഉപഗ്രഹത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായി വനിതകൾ മാത്രം നിർമ്മിച്ച് രൂപപ്പെടുത്തിയ ഒരു ഉപഗ്രഹമാണ് എന്നുള്ളതാണ്. കേരളത്തിനും അഭിമാനിക്കാം. തിരുവനന്തപുരത്തു നിന്നുള്ള വിദ്യാർത്ഥികളാണ്, LBS ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്നതാണ് ഏറ്റവും സന്തോഷകരം. കേരളത്തിന് തന്നെ അഭിമാനിക്കാവുന്ന നേട്ടവുമാണ്. അതിൻ്റെ ടീം കോർഡിനേറ്റർ ചേരുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ആ ദൗത്യം? ഇപ്പോഴെന്ത് തോന്നുന്നു അത് വിജയകരമായി വിക്ഷേപണം പൂർത്തിയാക്കുമ്പോൾ? ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യുകയാണ്. കാരണം 5 വർഷം മുമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഒരു കാര്യം ഇന്ന് അത് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഇത് കേരളത്തിലെ ആദ്യത്തെ സ്റ്റുഡൻറ്റ് സാറ്റലൈറ്റ് ആണ്. ആൻഡ് കേരളത്തിലെ ഈ സ്റ്റുഡൻറ്റ് സാറ്റലൈറ്റ് വനിതകളുടെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച ഒരു ഉപഗ്രഹമാണ്. അതിൽ അത്യധികം സന്തോഷമുണ്ട്. ഇനിയും ഇതേപോലത്തെ ഇന്നോവേറ്റീവ് പ്രോജക്ട്സ് ചെയ്യാൻ ഇനിയുള്ള കുട്ടികൾക്കൊരു മാതൃകയാകുമെന്നാണ് വിശ്വസിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഈ വർഷങ്ങൾ നീണ്ട ഒരു അധ്വാനമാണല്ലോ, അതിൽ പങ്കെടുക്കുക, അങ്ങനെ ഒരു വിജയം നേടുക എന്ന് തോന്നുന്നു? ഓക്കെ, ഇത് സ്റ്റാർട്ട് ചെയ്തത് അബൌട്ട് 5 years ബിഫോറാണ്. അപ്പം അന്ന് ഞങ്ങളുടെ സീനിയേഴ്സിനുണ്ടായിരുന്ന ഒരു ആശയമാണ് ISROയുടെ കീഴിൽ ഒരു സ്റ്റുഡൻറ്റ് സാറ്റലൈറ്റ് വിക്ഷേപിക്കണം എന്നുള്ളത്. അന്ന് ഞങ്ങളുടെ കോർഡിനേറ്ററായിട്ട്, ഇതിൻ്റെ ഫാക്കൽറ്റി കോർഡിനേറ്ററായിട്ട് വന്നത് ലിസി മാം ആണ്. സോ ത്രൂ ഔട്ട് ഈ ബാച്ചസിനെ എല്ലാം കോർഡിനേറ്റ് ചെയ്തത് ഞങ്ങളുടെ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ലിസി മാം തന്നെയാണ്. സോ ഞങ്ങൾ ഇപ്പോഴത്തെ ലാസ്റ്റ് ബാച്ചാണ്. ഈ ഒരു വർഷ കാലയളവ് ഞങ്ങൾ കയറിയപ്പം ഞങ്ങൾക്ക് ഇനിഷ്യലി അറിയില്ല ആരാണ് ഈ ഐഡിയ ഇട്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഡിസൈൻ വന്നതെന്ന് പോലും നമുക്കറിയില്ല. പക്ഷേ പങ്കെടുക്കാൻ സാധിച്ചു എന്ന് സന്തോഷം, ഭയങ്കര സന്തോഷമുണ്ട്. ഏതായാലും LBSൻ്റെ പ്രിൻസിപ്പൽ ഉണ്ട്, ജയമോഹൻ സാർ. സാർ, നമ്മളിപ്പോൾ വിക്ഷേപിക്കുന്ന VSATൻ്റെ എന്താണ് നമ്മൾ ആ VSAT കൊണ്ട് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അന്തരീക്ഷത്തിലെ UV റേസിനെ പറ്റിയാണ്. ഇപ്പം വാസ്തവത്തിൽ നിലവിൽ അതിനെപ്പറ്റി ഒരു പ്രോപ്പറായിട്ടുള്ള ഡേറ്റ അവൈലബിൾ അല്ല. അപ്പോൾ നമ്മൾ അന്തരീക്ഷ താപനം ഉണ്ടാക്കുന്ന ഈ UV റേസിനെ പറ്റി പഠിച്ചിട്ട് അന്തരീക്ഷ താപനത്തിന് എങ്ങനെ ചെറുക്കാമെന്നുള്ള പഠനങ്ങൾ ഈ ഡേറ്റ കിട്ടിയിട്ടാണ് ആരംഭിക്കാൻ. അതാണ് എൻ്റെ പ്രത്യേകതയും ഇതിൻ്റെ ഇമ്പോർട്ടൻസും. രാജ്യത്തിന് തന്നെ മുതൽ കൂട്ടാവുന്ന ഒരു പഠനമാണ്. അതെ, വാസ്തവമായി തീർച്ചയായും. ഏതായാലും ഇത് തന്നെയാണ് വലിയ അഭിമാനിക്കാവുന്ന ഒരു നേട്ടത്തിലേക്ക് ഈ വിദ്യാർത്ഥികൾ, അത് എടുത്തു പറയണം, പെൺകുട്ടികളാണ്, അത് ആ നിലയിലേക്ക് മുന്നോട്ട് വരുന്നു. ഒപ്പം അധ്യാപകരും ഒപ്പം നിൽക്കുന്നു. ഇവർക്ക് 1000 അഭിനന്ദനങ്ങൾ റിപ്പോർട്ടർ TVയുടെ പേരിലും നേരുന്നു.